ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി വാർഷിക മൂല്യനിർണ്ണയം 2024-25 അല്ല, ഈ വർഷത്തെ ആനുവൽ പരീക്ഷയുടെ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്ന് പറഞ്ഞിട്ട് സമ്മാനം എന്ന് പറഞ്ഞിട്ടൊരു കവിത തന്നിട്ടുണ്ട് അല്ലേ. ഓണത്തുമ്പികൾ പൂമ്പാറ്റകളും താണു പറക്കും മലയാളം, വാഴപ്പൂവിൻ നല്ലി വിടത്തി തേന്നുണയുന്നൊരണ്ണാനും, ചപ്പില ചക്കി കലപില കൂട്ടി ചെപ്പുകിളിക്കും മൈനകളും, മൂളി മുരണ്ടു വരുന്നൊരു വണ്ടിനും വഴികാട്ടുന്നൊരു പൂങ്കാറ്റും, കുഞ്ഞു ചിലങ്ക കിലുക്കിത്തുള്ളി പാഞ്ഞൊഴുകും പൂഞ്ചോലകളും, പുത്തനുടുപ്പുമണിഞ്ഞു ചിരിക്കും പൂമണമേന്തിയ പൂവുകളും, അങ്ങകലത്തിലിരുന്നു ചിരിക്കും കുഞ്ഞേ മുത്തം തന്നേ പോ, അത്തം പത്തിന് മുത്തം വാങ്ങാൻ മുത്തേ വാവാ മലനാട്ടിൽ. അല്ലേ, എം വിജയലക്ഷ്മി എഴുതിയ ഒരു കവിത നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം എന്താണ്? ഈ കവിതയിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് ചോദ്യവും അതിന് ഓപ്ഷൻസും തന്നിട്ടുണ്ട് അല്ലേ. ഉത്തരങ്ങൾ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ മലനാട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭൂമി, കേരളം, പൂഞ്ചോല, മാമലകൾ. ഏതാണ്? നമുക്ക് കവിത വായിച്ചാൽ അറിയാം. മലനാട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് കവിതയിലൂടെ കണ്ടെത്താൻ സാധിക്കും. കേരളമാണ് അതിൻ്റെ ആൻസർ. വാഴപ്പൂവിൻ്റെ തേൻ നുണയുന്നത് ആരാണ്? തുമ്പികൾ, അണ്ണാൻ, വണ്ട്, പക്ഷി. അണ്ണാനാണ്. ഈ കവിതയിൽ വണ്ട് വരുന്നതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? കലപില കൂട്ടി, കിലുക്കിത്തുള്ളി, മൂളി മുരണ്ട്, ചിരിച്ച് ചിരിച്ച്. ഏതാണ്? മൂളി മുരണ്ട് ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം എന്താണ്? പൂഞ്ചോലയുടെ പ്രത്യേകത എന്താണ്? ചിരിക്കുന്നു, പൂമണമേന്തുന്നു, മുത്തം നൽകുന്നു, ചിലങ്ക കിലുക്കുന്നു. ചിലങ്ക കിലുക്കുന്നു എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. പുത്തനുടുപ്പ് അണിഞ്ഞു നിൽക്കുന്നത് ആരാണ്? പൂവ്, പൂഞ്ചോല, പൂങ്കാറ്റ്, മൈന. പൂവാണ് ആൻസർ വരുന്നത്. ഇനി പ്രവർത്തനം 2 എന്താണ്? ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ്. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ട് അല്ലേ ഒരു സൂര്യൻ തന്നിട്ടുണ്ട്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനം, പാലക്കാട് കിള്ളിക്കുറിശി മംഗലം, തുള്ളൽ പ്രസ്ഥാനം. കൃതികൾ തന്നിട്ടുണ്ട്. ജനകീയ കവി, ഫലിത സാമ്രാട്ട്, ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും, ദീപസ്തംഭം, മഹാശ്ചര്യം. ഇത് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പഠന ലക്ഷ്യം എന്നുള്ളത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഹാസ്യം രൂപപ്പെടുന്നുവെന്നും അതിൽ വിദഗ്ധരായ എഴുത്തുകാരുണ്ടെന്നും തിരിച്ചറിയലും വ്യക്തിയുടെ ജീവചരിത്രം തയ്യാറാക്കലുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പഠനത്തിൻ്റെ ലക്ഷ്യം. എന്തൊക്കെ സൂചകങ്ങൾ നിങ്ങൾ എഴുതിയതിൽ വേണം? കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഭവങ്ങൾ ക്രമാനുഗതമായിട്ട് എഴുതിയിട്ടുണ്ട്. ആകർഷകമായ ഭാഷ, ഉചിതമായ ശൈലി എന്നിവ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ, ഈ ഒരു ചോദ്യത്തിൻ്റെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൽ ബി ആയിട്ട് പ്രാചീന കവിത്രയത്തിൽ പെടാത്ത ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പെടാത്തത് ആര് എന്ന്. ചെറുശ്ശേരി, വള്ളത്തോൾ, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ. ആരാണ്? വള്ളത്തോളാണ് പ്രാചീന കവിത്രയത്തിൽ പെടാത്ത ആൾ. ഇനി പ്രവർത്തനം 3 സംഭാഷണമാണ്. കിള്ളിയാക്കാവൽ കീടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിച്ച കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? സങ്കല്പിച്ചെഴുതുക. നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറും നമ്മളെ ആ വീഡിയോയിലുണ്ട്. ഇനി നിങ്ങൾക്ക് ആ സംഭാഷണം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ പാഠത്തിൻ്റെ വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പഠന ലക്ഷ്യം എന്നുള്ളത് പ്രത്യേക സന്ദർഭത്തെ അടിസ്ഥാനമാക്കി സാഹചര്യങ്ങൾക്ക് ഇണങ്ങിയ രീതിയിൽ സംഭാഷണം രൂപപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം കൊണ്ടുള്ള പഠന ലക്ഷ്യം. ഇനി സംഭാഷണത്തിൽ പരസ്പര ബന്ധവും തുടർച്ചയും പാലിച്ചിട്ടുണ്ടെങ്കിൽ
അനുയോജ്യമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വാക്യഘടന, പദങ്ങൾ, പ്രയോഗങ്ങൾ, ശൈലികൾ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു തുടക്കവും ഒടുക്കവും എന്നിവ പാലിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഫുൾ മാർക്കും കിട്ടുന്നതാണ്. പ്രവർത്തനം 4 വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പാരിടമൊന്നായി കാണും നേട്ടം പാറട്ട മീതേൻ കൊച്ചുപട്ടം. ഏകലോകമെന്ന ആശയത്തെ ആണല്ലോ പട്ടം മുന്നോട്ട് വെക്കുന്നത്. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചോദ്യത്തിൻ്റെ പഠന ലക്ഷ്യം എന്നുള്ളത് കണ്ടതോ കേട്ടതോ വായിച്ചതോ മനസ്സിലാക്കിയതോ ആയ കാര്യങ്ങൾ യുക്തിപൂർവം വിശകലനം ചെയ്ത് സ്വന്തം അഭിപ്രായത്തോടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ എഴുതിയതിൽ കവിത വിശകലനം ചെയ്ത് പ്രസക്തമായ ആശയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, വിശകലനം ശക്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട്, സ്വന്തം നിരീക്ഷണവും നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട്, സംക്ഷിപ്തത പാലിച്ചിട്ടുണ്ട്, വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. പ്രവർത്തനം 5 കുറിപ്പാണ്. വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു, മണ്ണിനടിയിലെ ലോകം. ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗത്തിൽ ഡോക്ടർ ബീബിനുണ്ടായ അനുഭവവും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ വീടിന് ചുറ്റുപാടുമുള്ള വിവിധ കാഴ്ചകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചോദ്യത്തിൻ്റെ പഠന ലക്ഷ്യം എന്നുള്ളത് വായനാനുഭവങ്ങളും കാഴ്ചാനുഭവങ്ങളും ചേർത്ത് വെച്ച് നേരനുഭവം ലഭിക്കുന്ന വിധത്തിൽ പരമാവധി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് വേണം കുറിപ്പ് തയ്യാറാക്കാൻ. ഇനി നിങ്ങൾ എഴുതിയ കാര്യത്തിൽ പരമാവധി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് രചന നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, കാഴ്ചകളെ അനുഭവങ്ങളാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അനുയോജ്യമായിട്ടുള്ള ഭാഷ അതായത് ഘടന, ശൈലി, പ്രയോഗം ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കിൻ്റെ സ്കോർ കിട്ടുന്നതാണ്. അടുത്തത് ഇതിൽ തന്നെ ബി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്നുള്ളത്. പ്രകൃതി ഒരു സ്നേഹിത, മണ്ണും മനുഷ്യനും, ബാലഹൃദയം, മണ്ണിൻ്റെ കിനാവുകൾ. ഏതാണ്? മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ് ഇതാ ഒരു മായാലോകം എന്ന് പറയുന്ന പാഠഭാഗം എടുത്തിട്ടുള്ളത്. ഇനി പ്രവർത്തനം 6 ഡയറിക്കുറിപ്പ് എഴുതാനാണ്. പൂവും കൊച്ചുകുട്ടിയും തമ്മിലുള്ള സൗഹൃദമാണല്ലോ കടലോളം സ്നേഹം എന്ന യൂണിറ്റിൻ്റെ പ്രവേശകത്തിൽ നാം കണ്ടത്. പൂവും കുട്ടിയും തമ്മിൽ ധാരാളം കഥകൾ പങ്കുവച്ചു. പിറ്റേ ദിവസം രാവിലെ പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ട് അത് അവളെ സങ്കടപ്പെടുത്തി. അന്നേ ദിവസം അവൾ എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഡയറി കുറിപ്പിൻ്റെ പഠന ലക്ഷ്യം എന്നുള്ളത് വിഷയത്തിനും സന്ദർഭത്തിനും യോജിച്ച പ്രയോഗങ്ങൾ, ശൈലികൾ എന്നിവ ആത്മാംശം കലർത്തി രചനയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ എഴുതിയ ഡയറി കുറിപ്പിൽ ഭൂതകാല രൂപത്തിൽ എഴുതിയിട്ടുണ്ട്, ആകർഷകമായ ഭാഷാ ശൈലി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, വ്യത്യസ്തമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആശയങ്ങളിൽ വ്യക്തമായ അടുക്കും ചിട്ടയും പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ മുഴുവൻ മാർക്കും ലഭിക്കുന്നതാണ്. ഇനി ഇതിലെ ബി ചോദ്യം, എനിക്ക് മുകളിലോട്ട് കയറണം, പന്തലിട്ടു തരണം, പൂക്കണം, കായ്ക്കണം. ആരുടെ വാക്കുകളാണിത്? മത്തൻ, കയ്പവള്ളി, തെങ്ങ്, പപ്പായ. ഏതാണ്? കയ്പവള്ളിയാണ് അതിൻ്റെ ഉത്തരം. ഇത്രയുമാണ് നിങ്ങളുടെ ഈ ആനുവൽ എക്സാമിൻ്റെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസേഴ്സും. അപ്പോൾ എല്ലാവർക്കും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയട്ടെ. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.